എന്തിനാ ഇങ്ങനെ കാവലിരിക്കുന്നേ? പോയി കിടന്നോ. അല്ല, ചിലപ്പോ ഇനിയും പാറ്റ വന്നാലോ? അമൃത പിന്നെയും പേടിക്കില്ലേ? അതുകൊണ്ടാ ഞാനിവിടെ കാവലിരുന്നേ. എനിക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട, പോയി കിടന്നോളൂ. നമ്പ്യാർ സാറ് വെച്ചാ പിന്നെ എന്താ പറയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരുന്നത് ദാസപ്പേട്ട അതുപോലെ മുത്തശ്ശനോട് പറഞ്ഞാ മതി. കുഞ്ഞു പറയും പോലെ. നമ്പ്യാർ സാറേ, ഇത്ര തങ്കപ്പെട്ടൊരു പയ്യനെ കിട്ടിയത് മാളുവിന്റെ ഭാഗ്യ. വലിയില്ല, പൊടിയില്ല, മുറുക്കില്ല, കുടിയാണെങ്കിൽ തീരെയില്ല. പിന്നെ കുടിക്കും വല്ലപ്പോഴും, ഇടക്കിടക്ക് ഓരോ കരിക്ക്. ഇളനീര് ശരീരത്തിന് നല്ലതാണല്ലോ. നല്ലതാ നല്ലതാ നല്ലതാ. നാട്ടുകാർക്കൊക്കെ പയ്യനെ പറ്റി പറയുമ്പോ 100 നാവാ. ആരെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ചെല്ലുവാണെങ്കിൽ കൈ അയച്ച് സഹായിക്കും. പാവങ്ങളോട് എന്തൊരു കരുണയാണെന്നറിയാവോ? പിന്നെ പയ്യന്റെ പേഴ്സിനകത്തൊരു ഫോട്ടോ ഉണ്ട്. ആരുടെ? അമ്മയുടെ അച്ഛന്റെ ഒന്നും അല്ല. പിന്നെ പിന്നെ ആരുടെ? പിന്നെ ആരുടെ ആയിരിക്കും? അതിപ്പോ ആരുടെ ആയിരിക്കും? നമ്മുടെ ഗാന്ധിജിയുടെ. അത്രയ്ക്ക് സത്യസന്ധനായ ചെറുപ്പക്കാരനാ. മനസ്സിലായല്ലോ. നമുക്കൊരു റിഹേഴ്സൽ നോക്കാം. ദാസപ്പേട്ട, ഞാനാണ് ഇപ്പൊ അച്ചു നമ്പ്യാര്. എന്റെ ദാസപ്പ ചേട്ടാ, ഞാൻ അച്ചു നമ്പ്യാര്. അതായത് മുത്തശ്ശൻ ചോദിച്ചാ ദാസപ്പേട്ട എങ്ങനെ പറയുന്ന എനിക്കറിയണ്ടേ. മനസ്സിലായോ? കുഞ്ഞ്. അപ്പൊ കുഞ്ഞ് നമ്പ്യാർ സാർ. ആയിക്കോ. ദാസപ്പ, ഓ, മാളുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ പറ്റി അന്വേഷിച്ചിട്ട് എന്തായി? എന്തായെന്ന് ചോദിച്ചില്ലേ? പറ. എന്താ ദാസപ്പ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്റെ പൊന്നു നമ്പ്യാർ സാറേ, ഈ കല്യാണം ഒരു കാരണവശാലും നടത്താൻ പാടില്ല. ആ ചെറുക്കനെ അവ മുഴുക്കുടിയനാ. ഇത്രയും ആഭാസനായ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. നിങ്ങളെ ഇതാണോ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചേ? ആദിക്കുഞ്ഞേ, സത്യം അതല്ലേ? നമ്മളെന്തിനാ നുണ പറയണേ? കുഞ്ഞേ, ഇക്കാര്യത്തില് കള്ളം പറഞ്ഞ അത് മാളുവിന്റെ ജീവിതം തകർക്കുന്നതിന് തുല്യമല്ലേ? തൽക്കാലം ദാസപ്പേട്ട അതൊന്നും അന്വേഷിക്കണ്ട. ഞാൻ പറഞ്ഞത് അതുപോലെ മുത്തശ്ശനോട് പറഞ്ഞാൽ മതി. പറയുമല്ലോ? അല്ല കുഞ്ഞ് അങ്ങനെ പറഞ്ഞ എങ്ങനെ? എന്നൊരു കാര്യം ചെയ്യാം. ഇന്ന് ദാസപ്പേട്ടൻ വെള്ളമടിച്ച കാര്യം ഞാൻ മുത്തശ്ശനോട് പറയാം. അയ്യോ 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 കുഞ്ഞേ, പിന്നെന്താ സംഭവിക്കാന്ന് അറിയാലോ. പറയല്ലേ? ഞാൻ മദ്യപിച്ച കാര്യം നമ്പ്യാർ സാർ അറിയല്ലേ? കുഞ്ഞ് എന്താണ് പറയുന്നത് അതുപോലെ പറയാം. പോരെ? ഉറപ്പാണല്ലോ. ഉറപ്പാ. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി ദാസപ്പേട്ട. വാ, നിങ്ങൾ മുത്തശ്ശനോട് കുമാറിന്റെ കാര്യമൊന്നും പറയില്ലെന്ന് രാമപുരത്തെ ദേവിയെ കൊണ്ട് സത്യം ചെയ്യും. അത്രയ്ക്കൊക്കെ വേണോ കുഞ്ഞേ? വേണം, അല്ലെങ്കിൽ ദാസപ്പേട്ടൻ വെള്ളമടിച്ച കാര്യം ഞാൻ മുത്തശ്ശനോട് പറയും. എന്താ പറയാ? അത് വേണ്ട വേണ്ട വേണ്ട, ഞാൻ സത്യം ചെയ്യാം. എന്നാ സത്യം ചെയ്. സത്യം സത്യം സത്യം. രാമപുരത്തെ ദേവിയാണ് സത്യം. പറ. അങ്ങനെയൊക്കെ പറയണോ? എന്നാ രാമപുരത്തെ ദേവിയാണ് സത്യം. ബാറിൽ കണ്ട കാര്യങ്ങളൊന്നും ഞാൻ നമ്പ്യാർ സാറിനോട് പറയേയില്ല. രാമപുരത്തെ ദേവിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നേ. ഇത് തെറ്റിച്ചാണ്ടല്ലോ. ഇല്ല കുഞ്ഞേ, ദേവിയെ പിടിച്ചാ സത്യം ചെയ്തേക്കണേ. എന്റെ രാമപുരത്തമ്മ, ഞാൻ സത്യം തെറ്റിക്കില്ല. എന്നാ വാ വാ. അയ്യോ, പേടിക്കണ്ട, ഇത് ഞാനാ. അമൃത സുഖമായിട്ട് കിടന്നു. ഞാനിവിടെ ഇരുന്നോളാം. എന്തിനാ ഇങ്ങനെ കാവലിരിക്കുന്നേ? പോയി കിടന്നോ. അല്ല, ചിലപ്പോ ഇനിയും പാറ്റ വന്നാലോ? അമൃത പിന്നെയും പേടിക്കില്ലേ? അതുകൊണ്ടാ ഞാനിവിടെ കാവലിരുന്നേ.
എനിക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട, പോയി കിടന്നോളൂ. കരിക്കുകുമാറിന്റെ ഭാര്യ എന്റെ പൊന്നെ. എടി മാളു, കഴിഞ്ഞു, നിന്റെ ലൈഫ് തീർന്നു. ആ മുഴുക്കുടിയന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ നിന്റെ ലൈഫ് കട്ടപ്പോകയാ. എടി പുല്ലേ, കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നീ ചെയ്തേനൊക്കെ നിനക്ക് തിരിച്ചു കിട്ടി തുടങ്ങി. നീ ഇനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ. എടി, നിന്റെ ലൈഫ് ഉണ്ടല്ലോ, അത് നശിക്കുന്നത് എനിക്ക് കാണണം. അപ്പോഴേ എനിക്ക് സമാധാനം കിട്ടൂ. ഞാൻ ആരോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവമേ എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്?